CJ റോയ് എന്ന് പറഞ്ഞൊരു മനുഷ്യനെ ഞാൻ ഒരുപാട് മാസങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പെട്ടെന്ന് ആ വ്യക്തി മരിച്ചു എന്ന് കേട്ടപ്പോൾ എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ആത്മഹത്യ എന്നുള്ള ഒരു കാലഘട്ടത്തിലൂടെ പോയതുകൊണ്ടും പിന്നെ ഒരുപാട് മനുഷ്യരെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷിച്ചതുകൊണ്ടും ഒരുപാട് മനുഷ്യരെ കേട്ടതുകൊണ്ടും എനിക്ക് അത്രയും ആസ്തിയുള്ള അല്ലെങ്കിൽ അത്രയും ആളുകൾ അറിയുന്ന ആ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ആരും ഉണ്ടായില്ലല്ലോ എന്നുള്ള സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പലപ്പോഴും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക്, പല പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് തൻ്റെ സങ്കടങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ഫ്രസ്ട്രേഷനുകൾ, സ്ട്രെസ്സുകളൊക്കെ പറയാൻ ആളുകൾ കുറവായിരിക്കും. കാരണം അവരൊക്കെ അവരെ ജഡ്ജ് ചെയ്യുമെന്നുള്ള ഒരു ഭയവും പിന്നെ അതേപോലെ തന്നെ അവരുടെ സ്പേസുകളും ട്രസ്റ്റ് ചെയ്യാനുള്ള ആളുകളും ഒക്കെ കുറവായിരിക്കും. എനിക്ക് പലപ്പോഴും വരുന്ന ക്ലയൻസ് ചിലർ ബിസിനസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവർ നന്നായിട്ട് തന്നെ ബിസിനസ്സിൽ എക്സൽ ചെയ്യുന്ന സമയത്ത് പോലും അവർക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാവും, വേറെ പല പ്രശ്നങ്ങൾ. ഇങ്ങനെ വരുന്ന പല മനുഷ്യർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവർക്ക് അവരാരോടും തുറന്നു പറയാനോ പലപ്പോഴും അവർക്ക് ഒരു ഓപ്പൺ ചെയ്യാനുള്ള സ്പേസ് കിട്ടാത്തത് കൊണ്ട് അവർ പലപ്പോഴും അവരുടെ ആ ഒരു സ്റ്റബേൺ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് കാരണം പിടിച്ചു വെക്കുന്നതാവാം. ചിലപ്പോൾ ചിന്തിക്കാത്ത തരത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പല ബിസിനസ്സുകാരും ഇതുപോലെ സൂയിസൈഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു വ്യക്തിയെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വ്യക്തിയെങ്കിലും സമ്പാദിച്ചു വെക്കണം. നമ്മളായി മനസ്സിലാക്കുന്ന, നമ്മളായി കേൾക്കുന്ന ഒരു വ്യക്തിയെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സമ്പാദിച്ചു വെക്കണം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെയുള്ള ഒരാളെങ്കിലും നിങ്ങൾ കണ്ടെത്തണം. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. നിങ്ങൾ എടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് എല്ലാവരും ചെയ്യുന്ന ഒരു സ്റ്റെപ്പല്ല, എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മെന്റൽ പ്രഷർ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ തലയിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്ന, നിങ്ങളെ കേൾക്കുന്ന, ഒരു ജഡ്ജ്മെന്റലും അല്ലാതെ നിങ്ങളെ കേൾക്കുന്ന, കോൺഫിഡൻഷ്യൽ ആയിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെങ്കിലും നിങ്ങൾ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ സെക്കൻഡ് കൊണ്ട് മാറി മറിയാവുന്ന ഒരു മനസ്സുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളുടെ ഫിസിക്കൽ ബോഡിനേക്കാളും അത്രയും ഡേഞ്ചറസ് ആണ് നമ്മളുടെ മനസ്സ് എന്നുള്ളത്. ആ ഒരു മനസ്സിനെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളത് അത്രയും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്.